പറയണെന്നുള്ളത്. ഇതിന്റെ അകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാം, അതുകൊണ്ടാണ് അത് പറയുന്നത്. പിന്നെ നമ്മൾ ഈ മെയിൻ സ്ട്രീമേഴ്സ് വന്നാണ്ട് ഇതിന്റെ അകത്ത് വന്നാണ്ട് പബ്ലിക്കലി പറയേണ്ട സംഭവങ്ങളല്ല. നമ്മള് ഇഷ്യൊന്നുമില്ല എന്നുള്ള രീതിയില് നമ്മളെപ്പോഴും മിണ്ടാതെ പോട്ട് നേരിടാണ്ട് അങ്ങനെ. അതുകൊണ്ടായിരിക്കും 5-6 പ്രാവശ്യം വീഡിയോ ഇതിന്റെ അകത്ത് നിൽക്കണ എല്ലാവർക്കും അറിയാം കാര്യങ്ങൾ. അപ്പൊ അവരെ വായിന്നത് വരും. അപ്പൊ അതൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, മനസ്സിലായോ? ജസ്റ്റ് അവര് നിങ്ങളെ നന്ദക്ക് വിളിക്കും, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, മനസ്സിലായോ? അവർ നിങ്ങളെ നന്ദക്ക് വിളിക്കും, പക്ഷെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. മാലിക്കിന് എന്താ പറയാ? അല്ല, ഞാൻ ഇങ്ങനെ ചില കണ്ടികളുടെ കഥകൾ ഇങ്ങനെ പറയാൻ വെച്ചിരുന്നാണ്. പിന്നെ മയത്തിലാക്കാൻ കുറച്ച് സൗണ്ട് ഒക്കെ നോക്കിയല്ലേ? ഞാൻ എന്താ വെച്ചാ, അല്ല ഞാൻ ഒരു കാര്യം പറ്റണ, ഇതിപ്പോ ഷെട്ടിന്ന് പറഞ്ഞതില് എനിക്ക് പേഴ്സണലി ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. വർഷത്തെ നിങ്ങക്ക് തോന്നൂല, അത് എന്റെ പെർസ്പെക്റ്റീവ് ആണ്. ഞാനത് പറയാൻ റീസൺ ഉണ്ട്. എന്തുകൊണ്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ എന്റെ കൂടെ ഉള്ളവരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്താണെങ്കിലും അകത്താണെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടൂല വസ്തുതാര്. അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് പറയും. പിന്നെ ഞാൻ വലിയ തെറ്റ് ചെയ്ത് എന്താന്ന് പറയണ, ഷെട്ടിക്കണെന്ന് പറയണമായിരുന്നു. ഷെട്ടിന്ന് മാത്രമേ പറഞ്ഞോളൂ. അതാണ് ഞാൻ ചെയ്ത വലിയ തെറ്റാണ് ഫസ്റ്റത്തെ കാര്യം. പിന്നെ ഞാൻ ആ സ്ട്രീമില് ഒരാളുടെ തന്തയ്ക്കോ തള്ളയ്ക്കോ ഞാൻ വിളിക്കുന്നില്ല അണ്ണാ. ഫസ്റ്റത്തെ കാര്യം ഞാൻ വിളിക്കണില്ല, എനിക്കത് താല്പര്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ അതിരുന്ന് റിയാക്ട് ചെയ്ത് അത് പറയട്ടെ. അത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം പറയപ്പോ, മാലിക്കിന്റെ അച്ഛൻ മരിച്ചതാ കൈസ്. അത് നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് അറിയുന്നുള്ളത് അറിയില്ല. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഭയങ്കര ശോകം പരിപാടിയാ. ഇവിടുന്ന് ഇതാണ് ഇതിന്റെയൊക്കെ പ്രശ്നം, മനസ്സിലായോ? എന്തെങ്കിലും ഒരു സാധനം അങ്ങനെ വായി കൂട്ടി നിക്കണോടാ മൊണ്ണെ. വെറുതെ ഇങ്ങോട്ട് വന്നിട്ട് കൊണച്ചിട്ട് അങ്ങോട്ട് പറയുമ്പം അതില്ല അങ്ങനെ ഇങ്ങനെ സെന്റിമെന്റ് സൂമ്പുന്ന പരിപാടിയാ, മനസ്സിലായോ? അതെ, ഈ കമ്മ്യൂണിറ്റിയില് അന്ന് അത് പോട്ടെ കഴിഞ്ഞ കാര്യങ്ങള് ഞാൻ പറയണെന്ന് വെച്ചാൽ, ഈ കമ്മ്യൂണിറ്റിയുടെ കുഴപ്പം എന്ന് പറയില്ല. ഈ കമ്മ്യൂണിറ്റി ആകുമ്പോൾ മോക്കിംഗ് ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രവേഴ്സി ഉണ്ടാവും, കാര്യങ്ങളൊക്കെ പറയലും പ്രവർത്തിക്കലും ഒക്കെ ഉണ്ടാവും. ഇത്രയും കൊള്ളണമെങ്കിൽ ഓനെ ഒരു ഷെട്ടിക്കണ്ണനായിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. അതിന് റെസ്പോണ്ട് കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇല്ല. പിന്നെ ഞാൻ ഓന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഞാൻ വിളിച്ചിട്ടില്ല. എനിക്കത് താല്പര്യമില്ല. കണ്ണി കണ്ട കൂത്തിച്ച് മക്കൾക്ക് ഉണ്ടായവരെ വിളിക്കണമെങ്കിൽ താല്പര്യമില്ല. പക്ഷെ ഞാൻ തിരിച്ചു വിളിക്കും. എനിക്കിങ്ങനെ ഇവന്റെ വ്യൂവർഷിപ്പ്, അയ്യോ അവന് 14,000 പേര് അവനെ കാണുന്നുണ്ട്, അയ്യോ എനിക്ക് പേടി, എന്റെ വീട്ടിൽ കയറി നടക്കലുണ്ടല്ലോടാ ഇതെല്ലാം കണ്ടിട്ട്. ഇതൊക്കെ പോയപ്പോ നീ എല്ലാം കുണ്ണാന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതെന്താ നിന്റെ സംസ്കാരം നീടെ ആൾക്കാർക്ക് മനസ്സിലായി കേട്ടാ. പിന്നെ ഉമ്മാനൊക്കെ വിളിച്ച പന്ന പൂറി മോനെ, അതിന്റെ തള്ളക്ക് ഇന്നേവരെ ഞാൻ വിളിച്ചില്ല കേട്ടാ. പൂറി മോനെ, നിന്റെ തള്ളക്ക് ഞാൻ വിളിച്ചില്ല. അങ്ങ് വിളിക്കാൻ അറിയാത്തോണ്ടല്ലേ അതിന്റെ തള്ളക്ക് വിളിക്കാണ്ടത്. പൂതിച്ച മക്കൾക്ക് ജനിച്ചത് നിന്റെ എന്റെ പൊന്നെ മോനെ, അങ്ങ് വിളിക്കാൻ അറിയാത്തോണ്ടല്ല. റീച്ചിന് വേണ്ടിട്ടാണ് ഇത്ര ഇവരെ അവരാധിക്കുന്നത്. ലൈവ് പോലും ഇടാറില്ല. അങ്ങനെ സംസാരിക്കണം. അത് മനസ്സിലാക്കി നീ തീർത്തോ കലിപ്പാവോന്ന്. അവന് പട്ടി വെറും പട്ടി അപരാധി പോകാനാണ്. അവനെ താങ്ങി നിൽക്കേണ്ട ഗതിയോടൊന്നും എനിക്ക് പൊന്നു ഷമീറ. പിന്നെ നിന്നെ ഇക്കാന്ന് വിളിച്ചു എന്ന് എപ്പോഴാണ് കുണ്ണ നിന്നെ ഇക്കാന്ന് വിളിച്ചത്? ഞാൻ എന്ത് വിളിക്കണം എന്ന് അറിയാത്തോണ്ട് ലീഡറേന്ന് വിളിച്ചായിരുന്നു നിന്നെ പൊലയാടി മോനെ. അല്ലെങ്കിൽ നിന്റെ തന്തയ്ക്ക് കയറി വിളിച്ചല്ലേ ഫസ്റ്റിനെ ഞാൻ കുണ്ണ. ഞാൻ ഇന്നേ വരെ നിന്നെ അപരാധിക്കാൻ ഞാൻ ഒന്നിനും വന്നിട്ടില്ല. പൊലയാടി മോനെ, നീ എന്റെ തന്തയ്ക്കും വിളിച്ചിട്ട് നിർത്തിക്കോ കേട്ടല്ലോ. എനിക്കിതിനെ ഈ ഒന്ന് ചെയ്യ ഈ കൂതിക്കണ്ണനൊന്നും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ലട്ടാ. ഷെട്ടിക്കണ്ണൻ അറിഞ്ഞിട്ടുള്ള പേരാണ്. ബിഗ് താങ്ക്സ് ടു ഈഗിൾ. സത്യം ഷെട്ടിക്കണ്ണൻ. ഓരോ പൂറി മോനൊക്കെ വന്നിട്ട് എന്റെ തന്തയ്ക്ക് ഇരുന്ന് വിളിച്ചിട്ട് അവൻ വെറുതെ ഇരിക്കണമെന്ന് വിചാരിക്കണ്ട. എന്തായാലും നീ എന്തായാലും നിനക്ക് ലൈവിൽ നിന്ന് നീ അവരാധിച്ചു. നീ എന്താ വെച്ചാൽ പറഞ്ഞ കുണ്ണ. ഞാനും പറയും, എനിക്ക് തൊള്ളുണ്ട്, മനസ്സിലായോ? എനിക്കും തൊള്ളുണ്ട്, എനിക്കും കാര്യങ്ങളുണ്ട്. സ്വഭാവം നീ ഇവിടെ കാണിക്കില്ല, മനസ്സിലായോ? നീ ഇരുന്ന് ലൈവിൽ പിന്നെ വാച്ച്പാർട്ടി ചേട്ടാ അവന് കുറച്ച് വ്യൂസ്. അതിന്റെ പൊന്ന് ഷെയ്ക്ക 1000 വ്യൂസ് ഉണ്ടായിരുന്ന തായോളിക്ക് എന്നെ അവരാഴ്ചന് ശേഷം 2500 വ്യൂസാ. കുണ്ടച്ചി മോനെ, നീ ഓർത്ത് വെച്ചോ, നിനക്ക് ഞാൻ തരുന്ന ഗിഫ്റ്റ് ആണ് കുണ്ണ. നീ എന്നെ വിറ്റ് പൈസ ഉണ്ടാക്കടാ. നീ എന്നെ വിറ്റ് പൈസ നീ അത് വെച്ച് അങ്ങനത്തെ കോൺട്രവേഴ്സി കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് വൺ ബൈ വൺ വേറെ കാര്യങ്ങൾ പറയേണ്ടി വരുവേ. പിന്നെ ഷമീറ കുണ്ണ എന്റെ കൂടെ ഉള്ളവരെ പറഞ്ഞ് ഇനി അവരാധിക്കുന്നില്ല. പട്ടിപ്പൂരുവനെ കേട്ടല്ലോ. കേട്ടോ, ഒരു കുണ്ണനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു കുണ്ണനെ പേടിക്കില്ല. തള്ള വിളി കേട്ടോ, നീ ഓർത്തോ. വിളിപ്പിക്കണ്ട.
ഒന്നുകൂടെ സ്റ്റാർട്ട് എവിടെന്നോ വന്ന കുണ്ണ പൊലയാടി വേണം. ഞാൻ നിന്നതിന്റെ ഒരു അംശം പോലും ഈ ഗ്യാങ്ങിന് വേണ്ടി നിന്നിട്ടില്ല. മനസ്സിലായി? GTA ഗ്യാങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞു, പുറത്തത്തെ കാര്യം എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ എന്റെ ഗ്യാങ്ങിന് വേണ്ടിട്ട് നിന്ന പോലെ നീ ഒരു അംശം പോലും നിന്നിട്ടില്ലടാ കൂത്തിച്ചു വേണേ കേട്ടോ. നീ മനസ്സിലായിക്കോ കേട്ടോ. നീ ഇരുന്ന് അപരാധിക്കും, നീ അത് സ്വയം ആരാന്ന് കൂടി ചിന്തിക്കും. നീ ഇരുന്ന് വലിയ കുണ്ണടിക്കുന്നുണ്ടല്ലോ, നിനക്ക് വലിയ നേടിയ പോലെ നീ ആക്കുന്നുണ്ടല്ലോ. ഞാനൊന്നും നേടിക്കൊന്നുമില്ല, ഞാൻ ശരിയാണ്. പക്ഷെ നീ എന്താ പറയാ, ഗെയിം സെൻസ് പോലും ഇല്ലാത്ത കുണ്ണ നീ എന്നെ ഇരുന്ന് അപരാധിക്കണം കൂരി മോനെ. അല്ല, അവന് 7 കൊല്ലം കളിക്കണ എന്നെ ഇരുന്നിട്ട് പറയും ഇന്നലെ വന്ന കുണ്ണാണ് പൊലയാടി മോനെ. 7 കൊല്ലായി കുണ്ണ ഞാൻ അവിടെ കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട്. നീ എന്നാ വന്നത് ആയോളി? ഇനിയിപ്പോ ഞാൻ പോയിട്ട് ആ തായോടെ ലൈവ് ഒന്നും കാണില്ല. ഞാൻ അവന് അന്നാളത്തെ ഇഷ്യൂ വന്നപ്പോഴേ ഞാൻ സബ് ചെയ്ത് പോയതാ. എല്ലാരുടെ അടുത്തും കൂടെ കേട്ടോ. KVM മാലിക് അല്ല കൈസ്, ഇത് അട്ടപ്പാടി മാലിക്. കാലിക്ക് സിറ്റിക്ക് അകത്ത് കൊണക്കാത്തത് ബാങ്ക് കിട്ടുന്ന എഴുതിട്ടാ, അതുകൊണ്ടാണ് മുണ്ടാതെക്കുന്നത്. മനസ്സിലായ? ഇവന്മാരുടെ എല്ലായിടത്തും ഉള്ളിലുള്ള സ്വഭാവം ഇത് തന്നെയാണ്. ഈ പറഞ്ഞ ഇപ്പൊ സംസാരിച്ച കുണ്ണയിലുണ്ടോ, ഒരു തന്തിയും തള്ളി ഇല്ലാണ്ട് പേച്ച പറ്റ ഒരു പൂറി മോനുണ്ടല്ലോ. അപ്പൊ ഈ പൂറി മോന്റെ സ്വഭാവം തന്നെയാണ് ഇതിൽ കളിക്കുന്ന എല്ലാവർക്കും ഉള്ളത്. ഇപ്പൊ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായല്ലോ ഇവന് എങ്ങനെ തന്തയും തള്ളി ഇല്ലാണ്ടായതെന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. ഇവന്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെ ആയിരിക്കും ഇട്ടിട്ട് പോകും. കാരണം എന്താ, ഈ പറഞ്ഞ തന്തനെല്ലാം കയറി ഇങ്ങനെ ആയിരിക്കും വിളിക്കുന്നത്, തള്ളേനെയും കയറി ഇങ്ങനെ തന്നെ ആയിരിക്കും വിളിക്കുന്നുണ്ടാവും ഇവൻ. കാരണം ഇവന്റെ സ്വഭാവം അതാ. അതിപ്പം മനസ്സിലായല്ലോ ഇവന്റെ സ്വഭാവം എന്താ. ഇങ്ങോട്ട് തന്നെ ഇതും പറഞ്ഞിട്ട് അതിന് ഞാൻ തിരിച്ചു പറഞ്ഞതിന് കണ്ണാ കുണ്ടാ വന്നിട്ട് ഇങ്ങോട്ട് കൊണക്കാനോ. നിനക്കല്ല ഞാൻ തരാം, നിന്റെ ഉപ്പാന്റെ ഉപ്പാക്ക് ഞാൻ തരുന്നുണ്ട്. മനസ്സിലാ? അത് നാളെ അത് മോൻ വാങ്ങ്. അത് നിനക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം നിനക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിനക്കല്ല ഈ പറഞ്ഞ പോലെ ഗെയിം കളിക്കുക ഊമ്പാന്നല്ലാണ്ട് ഇതിന്റെ അപ്പുറത്തോട്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിന് ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ അന്നേരം വേണം. മനസ്സിലാവും? അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഊഹിക്കുന്ന പരിപാടി അത് നിങ്ങളെല്ലാവർക്കും ഉള്ളതാ. അതുകൊണ്ട് നമുക്ക് അതിൽ യാതൊരു കുഴപ്പമില്ല. പിന്നെ ആലോചിക്കണം, ഞാൻ ഒറ്റക്കാ, നിങ്ങൾ ഇത്രയും ആൾക്കാരുണ്ട്, അതും കൂടി ഒന്ന് ആലോചിച്ചാൽ മതി. അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ട്. അതൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കണ്ട. അവിടെ ഇരുന്ന് ഒന്നല്ലെങ്കിൽ എന്നെ പറഞ്ഞോണ്ടിരിക്കണായിരിക്കും തന്തരതായോടി. ഇത് വീടന്നെ മുട്ട കേസൊക്കെ വീടന്നെ ഈ തീട്ടക്കുണ്ണക്കൊക്കെ വേണ്ടി അതാ ഒരു കാര്യം മാലിക് തെറിയല്ലാതെ കാര്യം പറയാണ്ടേ പറഞ്ഞു. അല്ലല്ല ഞാൻ പറഞ്ഞേക്ക് ഞാൻ കാര്യമില്ലാതെ പറയൂലെന്ന് അറിയാലോ. മതി കേട്ടോ. മതി എന്ന് പറയുമ്പോ ഇവനവിടെ അടക്കണം. അത് ഓനറിയാം, റാംബോക്ക് അറിയാം അതെന്താ കാര്യം എന്നുള്ളത്. ഈ കണ്ട കുണ്ണാൾക്ക് ഇതൊന്നും അറിയും ചെയ്യില്ല. ഇവർക്കൊന്നും ഇത് അറിയും വേണ്ട. ഇവർക്കെല്ലാം വെറുതെ വന്ന് കൊണച്ചാ മതി. മാസായിരിക്കും ഇവന്റെ മാസായിരിക്കും ഇത്. ഓനടിക്കട്ടോ എന്റെ വീട്ടിലെ മാസം. അത് പറ. കള്ള കേസ് എന്റെ തലയിടല്ലേ, ഞാൻ കോടതി പോകും. കള്ളക്കേസോ? കുണ്ണെ ആ സെർവർ ഡംപ് ചെയ്ത് അതിന്ന് പ്രത്യേകിച്ച് MRCന്റെ അസറ്റ് ഇതാക്കിയതിന് എന്റെ ക്യാഷ് ഗ്യാങ് ഹൗസ് പണിയിപ്പിക്കാനും അതേപോലെ വണ്ടി പണിയിപ്പിക്കാനും ഇതാക്കിയതിന്റെ പൈസ എപ്പ തരും? സംഭവം ശരിയാണ്, നമുക്ക് ഗ്യാങ് ഹൗസ് പണിയാൻ തന്നില്ല കസ്റ്റമർ. ബാക്കി എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്തോളാം. ഞാൻ നാളെ ചെയ്തോളാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ നാളെ പറഞ്ഞോളാം. മനസ്സിലാ? അതിൽ ഈ മാലിക്കിനും കുണ്ണക്കൊന്നും അതിലൊന്നും റോളില്ല. കാരണം ഇവനെല്ലാം അതിന് ഫെയിം കിട്ടാൻ വേണ്ടി എന്തൊക്കെ ഇത് വേണമായിരിക്കും. പക്ഷെ ഇവനൊന്നുമില്ല. മനസ്സിലാ? മാലിക്കല്ല കൂലിക്ക്. ഇവനെല്ലാം അന്ന് വന്ന് എൻ്റെ മുമ്പിൽ കുഞ്ഞിന് നിന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. മനസ്സിലാ? ഇവനെല്ലാം വന്ന് കുഞ്ഞിന് നിന്നിട്ട് ഷമീർക്ക അത് ഞാൻ ഇതിലറ്റ അതാ ഷമീർക്ക ഞാൻ KVന്ന് ചാടിയതാണ്. KVന്ന് ഞാൻ കാസ്ട്രോനെ ഊമ്പിച്ചിട്ട് ഞാൻ ചാടിയതാണ്. എനിക്ക് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് കുറച്ചാൾ ഊമ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവേ. മാലിക്ക ഷമീർക്ക ഞാൻ കാസ്ട്രോനെ ഊമ്പിച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് ഇവിടുന്ന് ഊമ്പിച്ചിട്ട് ഇവിടെ 4 ആളൊക്കെ തെറിയും പറഞ്ഞിട്ട് ഞാൻ വേറെ സ്ഥലത്തേക്ക് പോവേ. നാളെ വേറൊരു സ്ഥലത്ത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തേക്ക് ഞാൻ പോവേ. ആ കുണ്ണയല്ലടാ നീ, ആ കുണ്ണയല്ല നീ. മനസ്സിലാ? ഇതിനുള്ളത് ഞാൻ കൊടുത്തോളാം. ഇതിനുള്ളത് ഞാൻ കൊടുക്കും. അത് ഈ കണ്ണാ കുണ്ണകൾക്കൊന്നല്ല, കൊടുക്കേണ്ട ആളുണ്ട്. മുകളിലുള്ള ആൾക്ക് ഞാൻ കൊടുക്കുമ്പോൾ ഇവനെല്ലാം സ്വയം മനസ്സിലായിക്കോളും. മനസ്സിലാ? കൊടുക്കേണ്ട ആൾക്ക് കൊടുക്കുമ്പോൾ ഇവനെല്ലാം സ്വയം മനസ്സിലായിക്കോളും.
തീട്ടങ്ങളടാ, ഇവനല്ല ഞാൻ തീട്ടായിട്ടാടാ കാണുന്നത്. തീട്ടങ്ങള് എന്ന് പറഞ്ഞ പക്കാ തീട്ടങ്ങള്, മനസ്സിലായി? ഇവനെല്ലാം ഈ പറഞ്ഞ പോലെ ലീഡർന്നെല്ലാം വിളിച്ച് നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ. മനസ്സിലായാലും ഇവനെല്ലാം ലീഡർന്ന് വിളിച്ച് നിൽക്കുന്നത് എന്ത് ഉദ്ദേശം? ഉള്ളിൽ ഈ സാധനവും വെച്ചിട്ടാണ് ഇവനെല്ലാം ലീഡർന്ന് വിളിച്ചിട്ട് നിൽക്കുന്നത്, മനസ്സിലായ? ഉള്ളിൽ ഈ പറഞ്ഞ വിഷങ്ങളും കുത്തി നിറച്ചിട്ടാണ് ഇവനെല്ലാം ലീഡർന്നും പാടർന്നും പറഞ്ഞ ബാക്കിൽ നടക്കുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ. അത്രേ ഉള്ളൂ. ഇവനെല്ലാം ലീഡർന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഉള്ളില് പൂരെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവനെല്ലാം ലീഡർന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഏതോനെയാണെങ്കിലും അത് ഞാൻ കൊടുത്തോളാം. ഇവനല്ല കൊടുക്കണ്ടൊക്കെ ഞാൻ കൊടുത്തോളാം. ഇവനെല്ലാം ജസ്റ്റ് ശിഖണ്ഡി, ഇവനെല്ലാം ജസ്റ്റ് എന്താ പറയാ, എന്താ ഇത് പറയാ, ഈ വെറുതെ മുമ്പില് നമ്മള് ഇതിനുള്ള ഇടൂല്ലേ ചാവേർ, ഇവനെല്ലാം ചാവേറാ. ഇവനൊന്നും പ്രത്യേകിച്ച് റോളില്ല. ഇവനെല്ലാം ചാവേറാ. ഇവനൊന്നും റോളില്ല. ഇവനെല്ലാം ചാവേറാ, ജസ്റ്റ് വേസ്റ്റാ ഇവനെല്ലാം, മനസ്സിലാ? ഇവനൊന്നും റോളില്ല. റോളുള്ള ആൾക്കാർക്ക് ഞാൻ കൊടുക്കാം. അപ്പൊ മോനെ അവരെ റോളിലാണല്ലോ മോൻ കിടന്ന് കളിക്കുന്നത്. മോനിപ്പോ കൊണക്കുമ്പോ റാംബോ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞപ്പോ മോൻ മിണ്ടാണ്ടെന്നല്ലോ. അത് എന്തിന്റെ പവറാന്ന് റാംബോക്ക് അറിയാം, മനസ്സിലാ? അത് മോനെ അറിയണ്ടാവില്ല. കാരണം മോൻ തീട്ടത്തിലെ കണ്ടിയ അതിലെ ഈച്ചയാണ്, മനസ്സിലാ? അപ്പൊ മോനിക്ക് അത് അറിയണ്ടാവില്ല, മോനത് അറിയൂല, മനസ്സിലാ? പോക്കിരി എവിടെ? ഞാൻ ഇവിടെ മലന്റെ മുകളിലുണ്ട്. നിങ്ങളെവിടെ? നിങ്ങളവിടെ പോയി അരമണിക്കൂറായില്ലോ. ഞാൻ ഒന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളെവിടെ? ഞാൻ ഇപ്പൊ മുതുക്കില്ല, നമ്മുടെ ക്ലബിന് എന്തോ റിക്രൂട്ട്മെന്റ് എന്തോ ഉണ്ടായിരുന്നു. ആണോ? കൊച്ചാപ്പി പറയൂണ്ണേ. കൊച്ചാപ്പി അവിടെ ഉണ്ടായിരുന്നല്ലോ. കൊച്ചാപ്പി പോയോ? കൊച്ചാപ്പിന്റെ നമ്പർ ഒന്ന് അയച്ചാ. അയച്ചുതരാം. എന്താ അമ്പി ഡൗൺ മാലിക്കണ്ടി? ഞാൻ പറഞ്ഞല്ലോ, ഇവന്റെ എല്ലാം ഉള്ളിലുള്ളതും ഇവരെല്ലാം തീരുമാനിക്കുന്നതും ഇവരെല്ലാം മൈൻഡിലുള്ളതും ഇങ്ങനത്തെ കാര്യങ്ങളാണ്, മനസ്സിലാ? ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെല്ലാം കൊണക്കുന്നതും ഇവന്റെ എല്ലാം മൈൻഡിൽ അതാണ്, മനസ്സിലാ? ഇവന്റെ എല്ലാം മൈൻഡിൽ അത് മാത്രമേ ഉള്ളൂ, ഇങ്ങനത്തെ വശങ്ങള്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഷഡ്ഡിന്ന് വിളിച്ചപ്പോ മനസ്സിലായി കാണുമല്ലോ ഇവന്റെ എല്ലാം മൈൻഡിൽ എന്താന്ന്. ഞാൻ കൊടുത്തോളാം. അത് ഞാൻ കൊടുത്തോളാം. കൊടുക്കേണ്ടവന്മാർക്ക് ഞാൻ കൊടുക്കും, മനസ്സിലാ? ഇവിടെ എന്തെല്ലാം ചെയ്തെന്നും എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്നും ആ ഗ്യാങ് ഹൗസ് എന്നിട്ടൊരു ഗ്യാങ് ഹൗസ് ഉണ്ടല്ലോ, ആ ഗ്യാങ് ഹൗസിൽ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ ജസ്റ്റ് ക്യാമറന്റെ മുമ്പിൽ തൊപ്പി ലൈവ് ഇടും, നമ്മൾ അതിന്റെ ഉള്ളിൽ കാണും, അതല്ലേ നിങ്ങൾക്കറിയോ? അതല്ലാണ്ട് കുറെ ബാക്ക് സ്റ്റോറി ഉണ്ട്. അതല്ലാണ്ട് അതിന്റെ കുറെ ബാക്ക് സ്റ്റോറി ഉണ്ട്, മനസ്സിലായോ? ആ ബാക്ക് സ്റ്റോറി എല്ലാം ഞാൻ പറയാം, എല്ലാം ഞാൻ കാണിച്ചു തരാം, മനസ്സിലായോ? എല്ലാം ഞാൻ കാണിച്ചു തരാം. അതിന്റെ ബാക്ക് സ്റ്റോറി എന്താ, ആരൊക്കെയാ, എന്തൊക്കെയാ, നിങ്ങൾ ആരാധിക്കുന്ന ആരൊക്കെയാ, ഇവന്മാരൊക്കെ ആരാ, എല്ലാം ഞാൻ കാണിക്കാം. ഞാനും തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ വല്ല പുണ്യാളെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അതിന്റെ ഒരു 100 ഇരട്ടി തെറ്റ് ഇവൻ ചെയ്തു എന്നുള്ളതിന്റെ വിത്ത് പ്രൂഫ് എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വന്ന് സംസാരിക്കുന്നത്, മനസ്സിലാ? മാലിക്കിന് അണ്ണാക്കി അടിച്ചു കൊടുക്കും. അണ്ണാക്കിൽ അടിക്കണമെന്നില്ല, ഞാൻ പെട്ട അണ്ണാക്കിലെല്ലാം അടിക്കണമെങ്കിൽ അതിനുള്ള ഒരു ഇത് വേണ്ടേ? ഈ തീട്ടത്തിലെ പൂയ്ക്കളെടുത്തൊന്നും ഈ പറഞ്ഞ ഇതില്ല. ഈ പറഞ്ഞ പോലെ ഇവന് തന്തി തള്ളി ഉണ്ടാകത്തോണ്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, മനസ്സിലാവും? മര്യാദയ്ക്ക് വളർന്നിട്ടില്ല. ഈ പറഞ്ഞ പോലെ കണ്ടവൾക്ക് പറ്റിട്ടും ഇതായിട്ടും എല്ലാം വളർന്നതായിരിക്കാം ചിലപ്പോ. എനിക്ക് അറിയത്തില്ല എന്താണ് എങ്ങനെ ഉണ്ടായതാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഗൈസ്. അപ്പൊ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഉണ്ടായതായിരിക്കാം. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പം ഈ പറഞ്ഞ പോലെ ഈ ഒരു മാന്യതല്ലേ പ്രതീക്ഷിക്കണ്ടു, മനസ്സിലായോ? അങ്ങനെ ഉണ്ടാവുമ്പോ ഈ ലീഡറിന്ന് വിളിച്ച് നടന്നവനെല്ലാം പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാല് വീട്ടിൽ വന്ന് ഓൻ്റെ കാലും ഇതും മൂമ്പി ഓനെല്ലാം കിട്ടേണ്ടത് കിട്ടിക്കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോൾ ഊമ്പുന്ന സ്വഭാവം വരുന്നത് എന്തുകൊണ്ടാ അറിയോ? അത് നല്ല അച്ഛനും അമ്മക്ക് പറക്കാത്തോണ്ടാ. അത് നീ തന്നെ ഓൾറെഡി പറഞ്ഞു ഏത് ഇതിലാ നീ ഉണ്ടായത് എന്നുള്ളത്. നല്ല തന്തക്കും തള്ളക്കും പറക്കാത്തോണ്ടുള്ള കുഴപ്പമാണ്. അത് നിന്നെ കുറ്റപ്പെടുത്തുന്നില്ലടാ മാലിക്കേ, അത് നിന്റെ കുഴപ്പമല്ല, മനസ്സിലായോ? നിന്റെ തന്തയോ ഇതോ നിന്നെ ഇതാക്കി പോയതിന് അത് നിന്റെ മിസ്റ്റേക്ക് അല്ല ബ്രോ. ഐ ഫീൽ ഇറ്റ്. അത് നല്ല തന്തക്കും തള്ളക്കും ഉണ്ടാവണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനെ സംഭവിച്ച പോലെ ഒരു ആക്സിഡന്റ് നീ അറിഞ്ഞോണ്ട് നീ ചെയ്തല്ലോ. അതിപ്പോ അല്ലേ, നീ ഇപ്പൊ അറിഞ്ഞോണ്ടാന്നു. നീ അറിഞ്ഞോണ്ട് നിന്റെ ഇതിന് ചെയ്തല്ലോ. നീ അറിഞ്ഞോണ്ട് നിന്റെ തന്തേനും തള്ളേനും നിനക്ക് തെരഞ്ഞെടുക്കാൻ പറ്റൂല. അപ്പൊ നിനക്ക് അതായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, മനസ്സിലായ? അതിന്റെ കാരണം എനിക്ക് അറിയില്ല. അപ്പം അതില് രോഷം ഉണ്ടാവും മാലിക്കേ. അതിന് അപ്പൊ ഈ പറഞ്ഞ പോലത്തെ സ്വഭാവം ട്രേറ്റ്സ് എല്ലാം അതിൽ വരും. ഏത് ഫസ്റ്റ് ലീഡറിന്ന് വിളിക്കുക, ഫസ്റ്റ് വീട്ടിൽ വരിക, എന്നിട്ട് അത് അങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കുക, കാല് പിടിക്കുക, വേറെ സ്ഥലത്ത് നിന്ന് ഊമ്പിയിട്ട് വന്നിട്ട് പിന്നെ വന്നിട്ട് ഇടുള്ള ആൾക്കാരെ കുറച്ച് കാലം ഊമ്പിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോവുക. അതെല്ലാം അതിന്റെ ട്രേറ്റ്സ് ആണ്, മനസ്സിലായി? അതിൽ സ്വന്തം
തള്ളക്കും തന്തക്കോ അല്ലെങ്കിൽ നല്ല തന്തക്കോ തള്ളക്കോ പിറക്കാത്തതിന്റെ ട്രേറ്റ്സ് ആണ് മാലിക്കേ. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? നീ എന്നോട് ചൂടായിട്ടും അന്നെ തെറി വിളിച്ചിട്ട് എന്താ അതിന്റെ കാര്യം? മനസ്സിലായി? അത് മാറ്റിയെടുക്കാൻ കഴിയില്ല, അത് ജനറ്റിക്കലായിട്ട് വരുന്ന കാര്യമല്ല. അപ്പൊ നീ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നോക്ക്, മനസ്സിലാവും? നീ ഓൾറെഡി ഷട്ടിക്കണ്ണാന്നും വിളിച്ചിട്ട് അതിന് ഞാൻ ഉള്ള റിപ്ലൈ നിനക്ക് തന്നതിന് നിനക്ക് ഇതാന്ന് നിന്റെ ഉത്തരം എന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞല്ലോ, അത് നിന്റെ കുഴപ്പമല്ല, യുവർ ഡാഡ് ആൻഡ് മോമീസ് പ്രോബ്ലം. അതിലൊന്നും ചെയ്യാൻ കഴിയടാ, അത് വിട്. അത് അങ്ങനെയാണ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല മുത്തേ. അത് എല്ലാവർക്കും നല്ല അച്ഛനും അമ്മക്കൊന്നും പറക്കാനൊന്നും പറ്റൂല, വിട്ടേക്ക. നീ അതിൽ വിഷമിക്കല്ലേ മോനെ, ആ വിഷമിക്കല്ലേ. ആ ഇതാരാ? ഇത് ബോംബെ മച്ചുവാണ്. ഏത് ബോംബെ വെച്ചു? നമ്മള് നമ്പറൊക്കെ ഷെയർ ചെയ്തിരുന്നു, ഒരു ബിസിനസിന്റെ ഇത് സംസാരിക്കണമെന്നിട്ടേ. ആ എവിടെയാ? ഒരു മിനിറ്റ്, ഫ്രീ ആണോ? ഞാൻ ഫ്രീ ആണ്. ഇങ്ങോട്ട് വരാൻ പറ്റുമോ? 10:57. അപ്പൊ പാലിക്ക മോനെ, എനിക്ക് പറയാനുള്ള പറഞ്ഞാല് പൊന്നുമോന് പോയി ചാച്ചിക്കോ. പൊന്നുമോൻ പോയി ചാച്ചിക്കോ. പൊന്നുമോൻ ഇങ്ങനെ ഓന്റെ ഉപ്പാന്റെ ഉണ്ടായിട്ടില്ല, ഓന്റെ ഉപ്പാന്റെ കുണ്ട മറ്റേത് മറിച്ചതെന്നെല്ലാം വിളിക്കുന്നത് എന്തുകൊണ്ടാ അറിയോ? മര്യാദക്കുള്ള തന്തക്കോ തള്ളക്കോ ജനിക്കാത്തോണ്ടുള്ള കുഴപ്പമാണ്. ഞാൻ പറഞ്ഞല്ലോ മാലിക്ക, നീ അതിൽ വിഷമിക്കല്ലേ. ഞങ്ങക്ക് നിന്നോട് ഒറ്റ കാര്യങ്ങളുള്ളൂ മാലിക്ക, നീ അതിൽ വിഷമിക്കല്ലേ, നീ അതിൽ വിഷമിക്കരുത്. കാരണം അത് നിന്റെ തെറ്റല്ല, മനസ്സിലാ? നിനക്ക് നല്ല അച്ഛനെയും അമ്മനെയും കിട്ടാത്തത് നിന്റെ തെറ്റല്ല, അത് നീ മനസ്സിലാക്ക്. അതിൽ നീ ഒന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല മുത്തേ, നീ അടിപൊളിയാണ്. നീ ഇപ്പൊ ഈ തെറിയെല്ലാം വിളിക്കുമ്പോൾ അത് മാസമായിരിക്കും, അതിൽ നിന്ന് കുണ്ണ പൊന്തുന്ന ആൾക്കാരുണ്ടാവും, അത് മാസമായിട്ടെല്ലാം പലർക്കും തോന്നാം. അപ്പൊ അത് മാസമാണ്, അത് മാസം തന്നെയാണ്. അപ്പൊ ആ മാസം തന്നെ പിടിച്ചിട്ട് നീ അങ്ങ് പോയാൽ മതി, ആ മാസത്തിൽ തന്നെ അങ്ങ് പോയിക്കോ. പക്ഷെ അച്ഛനെയും അമ്മനെയും നല്ലത് കിട്ടൂലടാ, അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒന്ന് നോക്കാം, ഞാൻ വേണമെങ്കിൽ ഒന്ന് നോക്കാം, വൃദ്ധസാധനത്തിലോ എവിടെയെങ്കിലും നല്ല ആൾക്കാരെ കിട്ടുമെങ്കിൽ ഞാൻ നോക്കാം. നീ എടുക്കുവോ? അങ്ങനെ എടുക്കുവോ? നീ എടുക്കുമായിരിക്കുമല്ലേ, കാരണം ഇപ്പൊ ഓൾറെഡി ഈ പറഞ്ഞ പോലെ തന്തിയും തള്ളയെല്ലാം അങ്ങനെ ആയിക്കൊണ്ട് നീ എടുക്കുമായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെ എടുക്കാൻ നോക്കുക കേട്ടോ മാലിക്ക, അങ്ങനെ ചെയ്, വേറെ വയ്യൊന്നുമില്ല. പിന്നെ പറ്റുമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 40 ആളെ 50 ആളെ കൂട്ട്. ഈ പറഞ്ഞ പോലെ നീ തെറി വിളിക്കുമ്പോൾ ചിരിക്കാൻ നിൽക്കുക ആൾക്കാർ വേട്ടെ. അപ്പൊ ഒരു 10-20 ആളെ നീ തെറി വിളിക്കുമ്പോൾ ഒപ്പരം കൂട്ടുക. ആകുമ്പോ അവര് ചിരിക്കും. ഏത് നിനക്ക് തന്തി തള്ളി ഇല്ലെങ്കിലും അവര് നിന്റെ ചിരിക്കും. അവര് ചിരിക്കുമ്പോൾ നിനക്കൊരു ഇത് വരും, മനസ്സിലായോ? അപ്പൊ അവര്, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, നിനക്ക് തന്തി തള്ളി ഇല്ലെങ്കിലും അവര് ചിരിക്കുമ്പോ നിനക്ക് ഈ 50 ആള് കൂടെ വന്നിട്ട് മാലിക്ക് പൊളി എന്ന് പറയുമ്പോ നിനക്ക് ഇത് വരുമായിരിക്കും. അപ്പം മോനെ അങ്ങനെ ആ ഒരു ഇതിലൂടെ മോൻ പോയിക്കോ, മനസ്സിലായോ? അങ്ങനെ അടിപൊളിയായിട്ട് പോട്ടെ. അപ്പൊ നല്ലൊരു അച്ഛനെയും അമ്മനെയും കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം, എന്നെ കൊണ്ട് പറ്റുന്നത്ര ഞാൻ നോക്കാം. ഓക്കെ ഞാൻ എന്തായാലും ഇറങ്ങിയത് ഇന്നത്തേക്ക് എന്തൊരു സമാധാനപരമായിട്ട് പോയതല്ലേ ഇന്നലെയും മിന്നാന്നല്ലോ. എന്തൊരു സമാധാനപരമായിട്ട് പോയതാ നമ്മളെ ഇത് സ്ട്രീം അല്ലേ? എന്തൊരു സമാധാനപരമായിട്ട് പോയതാ. ഈ ഏതല്ലോ കണ്ട കുണ്ണകളെല്ലാം കേറി. നിങ്ങൾ എന്തിനാ എന്നോട് റിയാക്ട് ചെയ്യാൻ പറഞ്ഞത്? ഞാനത് വിടുന്ന കേസല്ലേ. പാവ ഇപ്പൊ മാലിക്കിന് ഉപ്പയോ അല്ല തന്തയും തള്ളിയും ഇല്ലാത്തതിന്റെ ഇതെല്ലാം അറിഞ്ഞില്ലേ? പാവ ആ വിഷമെല്ലാം അറിഞ്ഞില്ല. അതൊന്നും അറിയാണ്ട് ഈ 50 ആള് വായിലിട്ടോണ്ട് കൊണ്ട് നടക്കുന്ന ആളല്ലേ. ബാക്കിയുള്ള സ്ഥലത്ത് ഊമ്പിച്ചിട്ട് വന്നിട്ട് ഇവിടെ ഊമ്പിച്ചിട്ട് അടുത്ത വർഷം അവിടെ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഊമ്പിക്കേണ്ട ആളല്ലേടാ. അങ്ങനൊന്നും പറയരുത് കാര്യം, അങ്ങനൊന്നും പറയരുത്. എന്റെ മാലിക്കിന് അങ്ങനെ പറയുന്നേ. അയ്യോ നിങ്ങൾക്ക് എന്താ ചായത്ത്? എന്തിനാ വെറുതെ ഈ പറഞ്ഞ പോലെ അത് റിയാക്ട് ചെയ്യാൻ പറഞ്ഞു? ഞാൻ അങ്ങാണ്ട് GTA കയറി കളിക്കുന്നല്ലേ, നമുക്ക് സമാധാനപരമായിട്ട് നമ്മളെ നോർമൽ ലൈഫുമായിട്ട് നമുക്ക് അങ്ങ് പോയാൽ മതിയായിരുന്നില്ലേ? ഇതെന്തിനാ ഇപ്പൊ മാലിക്കിന് അച്ഛനും അമ്മയും ഇല്ലാന്നല്ല എല്ലാരും നാട്ടുകാർ അറിഞ്ഞ്? എന്തിനാ അങ്ങനല്ലോ? പാവം മാലിക്കായി, പാവം. വിഷമാന്ന് മാലിക്കാൻ ഇവിടെ കുണ്ണേ അല്ല ഉണക്കാൻ വന്നിന്. ആളും തരും കണ്ട് ഉണക്കാൻ നോക്ക്. റാംബോ പറഞ്ഞപ്പോ നീ വായി കൂട്ടണമെങ്കിൽ അത് ഓനറിയാം ഞാൻ എന്താന്നുള്ളത്. നിനക്ക് അറിയണ്ടാവില്ല, കാരണം നീ അല്ല നിനക്ക് അറിയണ്ടാവില്ല, കാരണം നീ ഓൾറെഡി അച്ഛനും അമ്മയും ഇല്ലാത്ത നീ എന്നെ പറഞ്ഞല്ലോ. അപ്പൊ നിനക്ക് പറയേണ്ട ആവശ്യമില്ല. സോ മാലിക് ബ്രോ, എന്നോടൊന്നും തോന്നരുത്. ഞാൻ പറഞ്ഞല്ലോ, അച്ഛനും അമ്മയും ഇല്ലാത്ത എന്റെ കുഴപ്പമല്ല, പേച്ച് പറ്റതും എന്റെ കുഴപ്പമല്ല. അതെല്ലാം അപ്പൊ നോക്കി എന്താന്ന് വെച്ചാ ചെയ്, മനസ്സിലാ? അതൊന്ന് എന്റെ മിസ്റ്റേക്കിൽ വരുന്നതല്ല. നോക്ക്, ഞാൻ ഏതെങ്കിലും വൃദ്ധസാധനത്തിലും അങ്ങനെ വിളിച്ചിട്ട്
ഇതാക്കാൻ നോക്കാം. പക്ഷെ നീ നാളെ ഇവരുടെ അടുത്ത് നിന്നിട്ട് അച്ഛാ അമ്മ എന്ന് വിളിച്ചിട്ട് നാളെ നീ വേറെ പൈസയോ ഇതോ ഉള്ള കൂടുതൽ ഇതിലുള്ള അച്ഛനെയും അമ്മനെയും കാണുമ്പോൾ ഈ മുമ്പ് ഉണ്ടായ അച്ഛനെയും അമ്മനെയും തെറി വിളിക്കൂലേ? അവര് തന്തയില്ലാത്തവന്മാരാന്ന് തള്ളയില്ലാത്തവരാന്ന് നീ പറയൂലേ? ആ ഒരു പേടി ഞങ്ങൾക്ക് ഉണ്ട്. അങ്ങനെ പറയാൻ ചാൻസ് ഉണ്ട്, മനസ്സിലായോ? അങ്ങനെ നീ പറയാൻ ചാൻസ് ഉണ്ട്. ആ ഒരു പേടി ഞങ്ങൾക്ക് ഉണ്ടാ, ആ ഒരു പേടി ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല, നീ നിന്റെ ഇതിൽ തന്നെ ചെയ്യുന്ന. കാരണം നാളെ വേറൊരു ഇതുള്ള അച്ഛനെയും അമ്മനെയും കിട്ടിയാൽ നീ അവരെ അച്ഛാമ്മ എന്ന് വിളിക്കും. അത് കഴിഞ്ഞ് വേറൊരു നല്ല അച്ഛനെയും അമ്മനെയും കിട്ടുമ്പോൾ അവരെ നീ അച്ഛാമ്മ എന്ന് വിളിക്കും. അപ്പം നിന്റെ മുമ്പിൽ ബാക്കിലുണ്ടായ അച്ഛനും അമ്മ ഉണ്ടാവുമല്ലോ, അവര് നീ തന്തയില്ല തള്ളയില്ല എന്നല്ല നീ പറയും. കാരണം നിനക്കിപ്പോ കുറച്ച് ഇതായിട്ടുള്ള ഒരു അച്ഛനും അമ്മയും ഉണ്ടേ, അതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിയില്ല എന്താന്ന് നീ അച്ഛനും അമ്മേനും പുതിയ കിട്ടും. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന നോക്കാം മാലിക്കേ, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് മാക്സിമം ഞാൻ നോക്കാം, മനസ്സിലാവും. എനിക്ക് ഞാൻ നല്ല ഉമ്മാക്കും ഉപ്പാക്കും പറഞ്ഞുകൊണ്ട് എനിക്ക് അറിയില്ല. പക്ഷെ നിന്റെ കാര്യം അങ്ങനെ അല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അറിയില്ല മാലിക്ക, മനസ്സിലായോ? നമുക്ക് നോക്കണം, അതുകൊണ്ട് നമുക്കത് നോക്കി തീരുമാനിക്കാം, മനസ്സിലായോ? ആ ബോംബെ മച്ചോ, വാ വാ വാ. വണ്ടി ഉണ്ട്, മുകളിലുണ്ട്. ഒറ്റക്കേ ഉള്ളൂ? എങ്ങനെ? ഒറ്റക്കേ ഉള്ളൂ? ആ ഒറ്റക്കേ ഉള്ളൂ. നമ്മളെ ഒറ്റക്കല്ലേ ഇപ്പം? ഞാനും ഒറ്റക്കാണ് ഈ സിറ്റിയിലെ. ഒറ്റക്കൊരു സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. സംസാരിക്കാം. ആ വാ വാ. അല്ല ഞാൻ പറയുന്നേ, ഞാൻ ഇപ്പൊ ഇറങ്ങും. ഞാനിപ്പോ ഇറങ്ങും. പെട്ടെന്ന് നമുക്ക് ബിസിനസ് സംസാരിച്ച് പോവാം. പരിചയപ്പെട്ടിട്ട് ഇത് ചെയ്യാൻ വെച്ചിട്ടാണ്. നമുക്ക് നാളെ പരിചയപ്പെട്ടാലോ? എന്റെ മൈൻഡ് ഇന്ന് കുറച്ച് ഓക്കെ അല്ല. ആയിക്കോട്ടെ, നാളെ പരിചയപ്പെടാം. എന്നാ പിന്നെ എന്നെ ഞാൻ കാറിൽ കയറാം, എന്നിട്ട് ഞാൻ ഇറങ്ങാം. എന്നെ അവിടെ മുതുക്കിൽ ഇറക്കിയാൽ മതി. ഞാൻ അവിടെ ഇറക്കിയോളാം. ആ ഗൈസ്, ഞാൻ പോവാ ഗൈസ്, നമുക്ക് നാളെ കാണാം. അപ്പൊ ആരും മറക്കരുത്, എന്താ പറയാ, 1 ഡാഡി ആൻഡ് മമ്മി ഫോർ മാലിക്. ഓക്കെ, 1 ഡാഡി ആൻഡ് മമ്മി ഫോർ മാലിക്. മാലിക്കിന് വേണ്ടി എല്ലാവരും ഡാഡിനെയും മമ്മീനെയും എവിടുന്നെങ്കിലും തപ്പിയിട്ടോ ഇതാക്കിയിട്ടോ. മാലിക്കിന് ഇല്ല, അപ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള ആരെങ്കിലും ഇതാക്കി കൊടുക്കും. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞാൽ ഓനെ മാറ്റി പറയും കേട്ടോ, അത് കുഴപ്പമാക്കണ്ട. നമ്മളെ എയിം എന്താന്ന് പറഞ്ഞാൽ മാലിക്കിനൊരു അച്ഛനെയും അമ്മയും, മനസ്സിലാ? മാലിക്കിനൊരു അച്ഛനെയും അമ്മനെയും നമുക്ക് കൊടുക്കാം. സോ അവർ മിഷൻ ഈസ് 1 ഡാഡി ആൻഡ് 1 മമ്മി ഫോർ മാലിക്. അറിയാലോ, കാരണം എന്താ അറിയാലോ? അപ്പൊ അത് ചെയ്യുക ഗൈസ്.